കേരളത്തിലെ വ്യവസായ വളർച്ച സംബന്ധിച്ച നിലപാട് തിരുത്തി ശശി തരൂർ MP. കേരളത്തിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരേണ്ടതുണ്ട്. അത് കടലാസിൽ മാത്രം ഒതുങ്ങരുത്. കേരളത്തിൽ നിരവധി ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ പൂട്ടിയെന്ന റിപ്പോർട്ട് പങ്കുവച്ചുകൊണ്ടാണ് തരൂരിന്റെ തിരുത്തൽ. വിവരങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് തിരുവനന്തപുരത്ത് നിന്നും നമ്മളൊപ്പം ചേരുന്നത്. ബിനിൽ, എന്തായാലും ഹൈക്കമാൻഡ് നടത്തിയ കൂടിക്കാഴ്ച അത് ഫലം കണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ താക്കീതിന് പിന്നാലെ നിലപാടിലടക്കം മാറ്റം വരുത്തിക്കൊണ്ട് ശശി തരൂർ രംഗത്ത് വരികയാണ്. കടലാസിൽ മാത്രം ഉണ്ടാകുന്നതാകരുത് ഇത്തരം പ്രഖ്യാപനങ്ങളും ലിസ്റ്റുകളും എന്നുള്ള രീതിയിലാണല്ലോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ലാൽകൃഷ്ണ തീർച്ചയായിട്ടും പറഞ്ഞത് തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള നിലപാട് മാറ്റവുമായി ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. എക്സിലാണ് അദ്ദേഹം ഈ ഒരു ദിനപത്രത്തിന്റെ ഈ സ്റ്റാർട്ടപ്പുകൾ പൂട്ടിപ്പോയി എന്ന വാർത്ത പങ്കുവെച്ചാണ് അദ്ദേഹം നിലപാട് മലക്കം വന്നിരിക്കുന്നത്. നേരത്തെ കേരളം സ്റ്റാർട്ടപ്പുകൾ കൂടുതൽ കേരളത്തിൽ ഉണ്ടാകുന്നു, അത് സർക്കാരിനെ പ്രശംസിച്ചാണ്, ഇടതു സർക്കാരിനെ പ്രശംസിച്ചാണ് അദ്ദേഹത്തിന്റെ ലേഖനം ഉണ്ടായിരുന്നത്. അതിനുശേഷം സംസ്ഥാനത്തെ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിഷേധിച്ചു, അദ്ദേഹത്തിന്റെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഈ ശശി തരൂർ ശ്രമിച്ചിരുന്നില്ല. അദ്ദേഹം അപ്പോഴും പറഞ്ഞിരുന്നത് കേരളം വ്യാവസായിക സൗഹൃദ അന്തരീക്ഷമുള്ള അല്ലെങ്കിൽ അത്തരം സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനം തന്നെയാണ്. പറഞ്ഞതിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് അദ്ദേഹം നിലപാടെടുത്തത്. പക്ഷേ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു. നിലപാട് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത് കേരളം ഇതിന്, അതായത് നിരവധി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത് കൂട്ടിപ്പോയി എന്നത് അദ്ദേഹം പങ്കുവെക്കുന്നു. കേരളത്തിന്റെ ഉദ്ദേശം, സംസ്ഥാനത്തിന്റെ ഉദ്ദേശശുദ്ധിയെ സമ്മതിക്കാം, പക്ഷേ ഈ സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് എന്ന് പറയുന്നത് കടലാസുകൾ മാത്രമാകരുത് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഉള്ളത്. എന്തായാലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ് ശശി തരൂർ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇന്നലെ DYFI സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി അടക്കം പരോക്ഷമായി ശശി തരൂരിനെ പ്രശംസിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഒരാൾ സത്യം പറഞ്ഞതുകൊണ്ട് അയാളെ ഒറ്റപ്പെടുത്തുകയാണ് കോൺഗ്രസ് എന്ന രീതിയിലാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് തരൂരിൻ്റെ നിലപാട് മാറ്റം ഉണ്ടാകുന്നത്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കടലാസിൽ മാത്രം ഒതുങ്ങരുത് എന്നൊരു തിരുത്തൽ കൂടി വരുത്തുന്നുണ്ടല്ലോ തരൂർ. തീർച്ചയായിട്ടും ആ തിരുത്തൽ വരുത്തി എന്നുള്ളതാണ്. നേരത്തെ, അതായത് തുടക്കത്തിൽ അദ്ദേഹം ഈ ലേഖനം എഴുതിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതെന്നാണ്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, അതായത് കണക്കുകൾ പ്രകാരമാണ് താൻ അത് പറഞ്ഞത് എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയത്. പിന്നീട് പ്രതിഷേധം കരുത്തോടെ അല്ലെങ്കിൽ വിമർശനം കരുത്തോടെ അദ്ദേഹം നിലപാട് തിരുത്തിയില്ല, പക്ഷേ മയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ തിരുത്തി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനുശേഷം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കം പറഞ്ഞത് തരൂർ സത്യം പറഞ്ഞു, അതായത് കേരളത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇത് രാവിലെ ഒരു പത്രത്തിൽ വന്ന ലേഖനം പങ്കുവെച്ച് ഇക്കാര്യത്തിൽ ഒരു മലക്കം മറിച്ചിൽ തരൂർ നടത്തിയിരിക്കുന്നത്. അത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഇതിൽ നിലപാട് മാറ്റം വേണമെന്നൊരു കാര്യം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഇത്തരം കാര്യം പറയുന്നത്, ലേഖനം എഴുതുകയും അതിന് പിന്നാലെ തിരുത്താതെ അതിനെ വീണ്ടും ആവർത്തിച്ച് അതൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസിന് ദോഷം ചെയ്യും, UDFന് ദോഷം ചെയ്യും. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ്. അത് അടുത്തിരിക്കെ പഠിക്കൽ കലം മുടക്കരുത് എന്നടക്കം വീക്ഷണം മുഖപത്രം എഴുതുകയും ചെയ്തതാണ്. പക്ഷെ അപ്പോഴൊന്നും നിലപാട് മാറ്റാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇതിൽ അദ്ദേഹം കരുതിയിരുന്നൊരു കാര്യം, ഇത് നേതൃത്വം, അതായത് താൻ കുറച്ച് പരാതികൾ കൂടി അദ്ദേഹം പങ്കുവച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് സംസ്ഥാനത്തെ കോൺഗ്രസ് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല. അതായത് CWC അംഗമാണ്, CWC ക്ഷണിതാക്കളെ പരിഗണിക്കുന്നു, തന്നെ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ആ കോൺഗ്രസ് പരിഗണിക്കുന്നില്ല പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധി അടക്കം തന്നോട് സംസാരിക്കട്ടെ എന്നൊരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടുന്നതും ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തതും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടന്നു എന്നുള്ളതാണ്. മുതിർന്ന നേതാവ് തന്നോട് സംസാരിക്കട്ടെ എന്നൊരു കാര്യം ഉണ്ടായിരുന്നു, അങ്ങനെ സംസാരിച്ചു, അപ്പോൾ നിലപാട് തിരുത്തി. അങ്ങനെയും ഇതിനെ വായിച്ചെടുക്കാം. അതെ, ബിനിൽ അവസാനം പറഞ്ഞതിൻ്റെ അകത്താണ് യഥാർത്ഥത്തിൽ ആ വാർത്തയുടെ പ്രസക്തി നിലനിൽക്കുന്നത്. അതായത് തന്നെ പരിഗണിക്കുന്നില്ല എന്ന ശശി തരൂരിൻ്റെ നിലപാടിനോട് അല്ലെങ്കിൽ പരിഭവത്തോട് കേന്ദ്ര ഹൈക്കമാൻഡ് ഇടപെട്ടതോടുകൂടി ഒരു പരിഹാരമുണ്ടായിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ നിലപാടും നയവും മാറ്റിയിരിക്കുകയാണ് തരൂർ. സംസ്ഥാനത്ത് കിട്ടേണ്ട പ്രാധാന്യം അല്ലെങ്കിൽ അർഹിക്കുന്ന പ്രാധാന്യം തനിക്ക് കിട്ടുന്ന സ്ഥിതി വന്നതോടുകൂടി താൻ ഏത് രീതിയിലാണോ പോകേണ്ടത് ആ രീതിയിൽ തന്നെ പോകാൻ തരൂരും തയ്യാറായിരിക്കുകയാണ് എന്ന് കൂട്ടി വായിക്കേണ്ട അല്ലെങ്കിൽ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. ബിനിൽ ലീല സാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.